മേടിച്ചോ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് തൃശ്ശൂരിൽ നിന്ന് നേരെ എറണാകുളത്തേക്ക് വരുമ്പോൾ എത്രയോ ഫാക്ടറികൾ ഉണ്ടായിരുന്നു. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ആ ഫാക്ടറികളൊക്കെ ഒന്ന് എവിടെ പോയി? ഫാക്ടറി പൂട്ടാൻ സർക്കാർ ഉത്തരവായി. ഫാക്ടറി ഞങ്ങൾ പൂട്ടിച്ചേ. എത്ര ആയിരം ആളുകൾക്ക് ജോലി കിട്ടേണ്ട ഫാക്ടറികളായിരുന്നു അത്. അത് ഇപ്പൊ മോഡേണൈസ് ചെയ്തുകൊണ്ട് മറ്റ് സ്റ്റേറ്റുകളിലേക്കാണ്. എങ്ങനെയുണ്ട് എന്റെ പെർഫോമൻസ്? അത്രയും ദീർഘദർശനം ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനം ഇന്ന് 21ാം സ്ഥാനത്തിലേക്ക് മാറാൻ എന്താ കാരണം? ദമു എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. ഇനി നീ എങ്ങാനും നമ്മുടെ രാജ്യത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നാൽ ഇതേമാതിരി മാനസികമായി പീഡിപ്പിക്കുകയും വലിയൊരു പ്രശ്നമാണിത്. എങ്കിൽ ഞങ്ങൾ പോകാതെ ഇരിക്കണോ? എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് ആരെങ്കിലും ഇവിടെ കൊണ്ടുവന്നാൽ അതിനെ എങ്ങനെയെങ്കിലും എതിർത്ത് ആ ആളവിടെ ആ മോശക്കാരനാക്കി ഇവിടെ നിന്ന് പറഞ്ഞയക്കുന്ന ഒരു അജണ്ട അദ്ദേഹത്തിന് അത് നിഷേധിക്കാനാവില്ല. അതല്ല ഉദ്ദേശം. ഇപ്പൊ ഗൾഫിൽ നിന്ന് ആരെങ്കിലും വന്നാൽ അവിടെ നിന്ന് എന്തെങ്കിലും കാശ് കൊണ്ടുവന്ന് നമ്മുടെ രാജ്യത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നാൽ കറക്റ്റാണ്. ഇതേമാതിരി മാനസികമായി പീഡിപ്പിക്കുകയും വലിയൊരു പ്രശ്നമാണിത്. എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. അവിടെ അധ്വാനിച്ച് കാശ് കൊണ്ടുവന്നിട്ടാണ് ഇവിടെ ഇറക്കുന്നത്, അല്ലാണ്ട് ഇവിടെ തന്നെ ഉണ്ടാക്കിയിട്ട് ഇറക്കണമില്ല. മതി, നിർത്ത്. എന്താടാ നിനക്കും പേടിയായോ? പേടിയാ മിനി പുളിക്കും. ഞാനിപ്പോ അടുത്ത പ്രാവശ്യം വാരാണസി പോയി. അവിടെ ചെന്നപ്പോ പറഞ്ഞു അവർ ഫാക്ടറി വാസ് ഇൻ യുവർ സ്റ്റേറ്റ് കേരള. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. Then we brought here and modernized the factory. Now about 900 people working. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. We are living in a very cruel society. Guys, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പോട്ടെ.